ഹലോ, ഇപ്പൊ ഞങ്ങൾ പുറത്തുപോയി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊരു ഈസി ക്വിസി റെസിപ്പി നോക്കിയാലോ. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടതാ. UK വന്നതിന് ശേഷം ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതൊരു ഇറ്റാലിയൻ പാസ്തയാണ്. വെറും ഇറ്റാലിയൻ പാസ്ത അല്ല കേട്ടോ, ഇതൊരു കുക്കർ ഇറ്റാലിയൻ പാസ്തയാണ്. സോ ലെറ്റ്സ് ട്രൈ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരുപാട് പേര് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. കുക്കിംഗ് അറിയാത്തവർക്കും ബിഗിനേഴ്സിനും അതേമാതിരി ബാച്ചിലേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാട്ടോ അത്. ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു കുക്കറാണ്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ കുറേയൊന്നും വേണ്ട, ആവശ്യത്തിന്. ഞാൻ UK പോയുമ്പോൾ മോന് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാതും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കിച്ചൺ തന്നെ ആയിരുന്നു കേട്ടോ. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചോപ്പിന് അനിയൻസ് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ചോപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായി ചെറുതായി ചോപ്പ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഗാർലിക്കും ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഗാർലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഞാൻ കുറച്ച് അധികം ഗാർലിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഒനിയൻസ് ചെറുതാണ് UK പൊതുവേ കിട്ടുക. അതുകൊണ്ട് ഞാൻ 2 അനിയൻസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് വലിയ അനിയൻസ് എന്ന് വെച്ചാൽ 1 യൂസ് ചെയ്താൽ മതി. നല്ല ചെറുതാന്ന് വെച്ചാൽ 2 യൂസ് ചെയ്യാം. ഇനി പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇതിൽ കാണുമ്പോൾ കുറച്ച് അധികം ആഡ് ചെയ്ത മാതിരി തോന്നും, പക്ഷെ ഇത് കറക്റ്റ് ആട്ടോ ഞാൻ ആഡ് ചെയ്തത്. ഇനി ഇത് അത്യാവശ്യം കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ചോപ്ഡ് ടൊമാറ്റോസോ യൂസ് ചെയ്യാം. ഞാൻ ടെസ്കോയിലുള്ള ചോപ്ഡ് ടൊമാറ്റോസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ട വീഡിയോയിൽ അവർ ടൊമാറ്റോ പേസ്റ്റ് ആട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചോപ്ഡ് ടൊമാറ്റോസാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും ടേസ്റ്റ് ആട്ടോ. ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം അത്രയും ടേസ്റ്റുമാണ്, ഈസിയുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നവർക്ക് രാവിലെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഉച്ചയ്ക്കാണെങ്കിലും യൂസ് ചെയ്യാം, ഡിന്നറായിട്ടും യൂസ് ചെയ്യാം, സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പി ആട്ടോ അത്. ഇനി നമുക്ക് ടൊമാറ്റോ ഏകദേശം ആയിക്കഴിഞ്ഞാൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ നിങ്ങളെ ഇഷ്ടത്തിന് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ചില്ലി പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലിടാം, കുറവ് മതി ഉള്ള ആൾക്കാർക്ക് കുറവിടാം. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. ഇനി ചില്ലി പൗഡറിൻ്റെയും പെപ്പർ പൗഡറിൻ്റെയും കുത്തണ ആ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഏകദേശം കുക്കായി തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോസേജ് ആഡ് ചെയ്യാം. സോസേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്, കാരണം ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി സോസേജും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ആ മസാല ഒക്കെ ഒന്ന് സോസേജിലേക്ക് ആവുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാസ്ത ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ സ്പൈറൽ ഷേപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞങ്ങൾക്ക് ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഷേപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പെന്നിയോ അങ്ങനെ ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. നല്ല ക്യൂട്ടായി തോന്നി, അതുകൊണ്ട് അത് ഇട്ട്. കണ്ടോ, ഇങ്ങനെ നല്ല ക്യൂട്ടില്ലേ കാണാൻ? ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു ഹാഫ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരുള്ളൂ, അതുകൊണ്ട് ഹാഫായിട്ട് എടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പാസ്തയും വെള്ളം ഒരേ ലെവലിൽ കിടക്കുന്ന രീതിയിൽ കൂടിപ്പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ബ്രേക്കായിട്ടാണ് കിട്ടുക. നമുക്ക് കറക്റ്റ് അളവിനാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ആവാതെ കിട്ടും കേട്ടോ. നല്ല പ്രസൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അടി പിടിക്കുന്നുള്ള പേടിയും വേണ്ട. അങ്ങനെ നമ്മളെ കുക്കർ പാസ്ത റെഡി ആയിട്ടോ. ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്
സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമുക്ക് ഹാഫിസിന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. സൂപ്പർ. ഹൈ ഫൈ.